ഇന്ന് കഞ്ഞി കുടിക്കാനാണ് നല്ല കൊതി തോന്നിയത്. അപ്പോൾ മട്ടരിയുടെ കഞ്ഞിയും കായും പയറും ഉപ്പേരിയും നെല്ലിക്ക ചമ്മന്തിയും പപ്പടം വറുത്തതും പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ പുളി കുറഞ്ഞിട്ടുള്ള നല്ല കട്ട തൈരും കൂടെ ഒഴിച്ചു കഞ്ഞി കുടിച്ചപ്പോൾ എന്ത് സ്വാദായിരുന്നു. ഇവിടെ മക്കൾക്കൊന്നും കഞ്ഞി ഇഷ്ടമില്ല, പക്ഷെ നമുക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവർക്കൊന്നും ഇഷ്ടമില്ല തന്നെ വല്ലപ്പോഴും വയ്ക്കുള്ളൂ. അപ്പോൾ കുക്കറിലാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. വെള്ളം ഒഴിച്ച് അരി കഴുകി ഇതിലെടുത്ത് വെള്ളം ചൂടാകുമ്പോൾ അരി ഇട്ട് കൊടുത്തുവിടാം. കുക്കറിൽ വയ്ക്കുമ്പോൾ വേഗം കഴിയുമല്ലോ കഞ്ഞി, പിന്നെ നമുക്ക് നോക്കൊന്നും വേണ്ടല്ലോ, പണി വേഗം കഴിയും. ആദ്യത്തെ വിസിൽ വരാറാകുമ്പോൾ വന്നതിന് ശേഷമായാലും ഒന്ന് സിമ്മിലിട്ടിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്തിടാം. അപ്പോൾ കഞ്ഞി റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കായും പയറും ഉപ്പേരി വേണ്ടേ, അതിന് പയർ ഒരു 3 മണിക്കൂർ മുമ്പ് വെള്ളത്തിലിട്ടുള്ളൂ കേട്ടോ. തലേദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴുകിയെടുത്ത് കുക്കറിലിട്ട് കുറച്ച് വെള്ളം മുകളിൽ നിൽക്കണം അത്ര വെച്ചു കേട്ടോ, കാരണം ഇതിന് കായും കൂടെ ചേർക്കേണ്ടതല്ലേ. അങ്ങനെ അത് വെച്ച് ഫസ്റ്റ് വിസിൽ വന്നപ്പോൾ സിമ്മിലിട്ട് 10 മിനിറ്റ് 10-15 പയറിൻ്റെ വേവ് അനുസരിച്ചിട്ട് കേട്ടോ അത് ഓഫ് ചെയ്തു. പിന്നെ 2 കായയാണ് നമ്മളെടുത്തത്, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രഷറൊക്കെ പോയി തുറന്നിട്ട് കായ ഇട്ട് കൊടുത്തു. പിന്നെ ഇത്ര വെള്ളം നിൽക്കുന്നുണ്ട്, അത് കായ വേവാനുള്ള വെള്ളമാണ് കേട്ടോ. പിന്നെയാണ് നമ്മൾ ഉപ്പ് ചേർത്തത്. ആദ്യം നമ്മൾ ഉപ്പ് ചേർക്കാണ്ടാണ് പയർ വേവിച്ചത്. അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് അതിനി വെയിറ്റ് ഇടണ്ട, വെറുതെ ഇട്ട് അതിൻ്റെ മുകളിൽ വെച്ചാൽ മതി. അങ്ങനെ അവിടെ ഇരുന്നിട്ട് അത് വെള്ളം വറ്റി വെന്തോളും കായ. പിന്നെ ഇത് കാച്ചാനായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് വെളിച്ചെണ്ണയും ചൂടായപ്പോൾ അതിലിട്ട് പിന്നെ ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൊരിയണം. മുളക് നന്നായിട്ട് മൊരിയണം, എന്നാലാണ് ഉപ്പേരി രസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ ഉള്ളിയിലേക്കുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. മറ്റേ നമ്മൾ വേവിച്ചത് ഉപ്പിട്ടിട്ടാണല്ലോ, അപ്പോൾ ഈ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് വേണം. മുളകൊക്കെ നന്നായിട്ട് മൂക്കണം, അല്ലെങ്കിൽ ഉപ്പേരി സ്വാദം ഉണ്ടാവില്ല. അങ്ങനെ നല്ല ഉപ്പേരി ആയിരുന്നു കേട്ടോ. നമ്മുടെ ഉപ്പേരി റെഡിയായി. ഇനി നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് നാളികേര ചമ്മന്തി ഉണ്ടാക്കണ്ടേ. അതിന് നാളികേരം ചെരുകി 1 മുറി നാളികേരം എടുത്തു കേട്ടോ. കുറച്ചധികം ചമ്മന്തി ഉണ്ടാക്കി, അപ്പോൾ 1 മുറി നാളികേരമാണ് എടുത്തത്. പിന്നെ അതിലേക്ക് പുളിക്കായിട്ട് കോൽപ്പുളി ചേർത്തില്ല, നെല്ലിക്ക ഉണ്ടായിരുന്നു. 3 നെല്ലിക്ക ചേർത്തു കേട്ടോ. മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ചേർത്തോ, നല്ല രസം ഉണ്ടാവും. നെല്ലിക്കയും നല്ലതായിരുന്നു, മാങ്ങ ചമ്മന്തി പോലെ തന്നെ തോന്നും നമുക്ക്. 3 നെല്ലിക്ക, അധികം നെല്ലിക്ക എടുക്കണ്ട കേട്ടോ. പിന്നെ ചുമന്നുള്ളി കുറച്ചധികം എടുത്തോ, ഒരു 5-10 എണ്ണമൊക്കെ എടുത്തോ. മുളക് എരിവിന് ആവശ്യത്തിന് എടുക്കുക. ഇത് നല്ല എരിവുള്ളതുകൊണ്ട് 2 മുളക് എടുത്തുള്ളൂ. പിന്നെ 1 കപ്പ് നാളികേരം, അതായത് 1 മുറി നാളികേരം ഉണ്ടാവും. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തു. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാണ്ട് അരച്ചെടുത്തു. നല്ല ചമ്മന്തിയായിരുന്നു, കഞ്ഞിയിൽ കൂട്ടാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഈ കഞ്ഞിയും ചമ്മന്തിയും ഉപ്പേരിയൊക്കെ ഇഷ്ടപ്പെട്ടാ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ദേ നമ്മുടെ കഞ്ഞി പ്രഷർ കുക്കറൊക്കെ തുറന്ന് ഉപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളി. ഇന്ന് എന്ത് രസമായിരുന്നു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.